അഡ്വക്കേറ്റ് ഗോകുൽരാജിന് പകരം കോടതിയിൽ ഹാജരാവേണ്ട APP ആരാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആരതി വർമ്മ ഇപ്പൊ ആ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാ. ആശുപത്രിയിൽ മുഴുവൻ സമയവും അവരോടൊപ്പം ആരതി വർമ്മ ഉണ്ടായിരുന്നു. അവളാണല്ലോ അവനെ ആശുപത്രി കൊണ്ടെത്തിച്ചത്. എന്നിട്ട് എന്തായി? കോടതിയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ആരതി വർമ്മയ്ക്ക് സാധിച്ചു. പക്ഷേ ഇപ്പോഴോ? അവന്റെ മരണവാർത്ത ഇതിനോടകം തന്നെ രാജീവ് സാർ ആ തള്ളയെ അറിയിച്ചിട്ടുണ്ടാവും. ആരുടെ ദേഹത്താണ് കൈ തൊട്ടേന്ന് അവര് മറന്നുപോയി. പക്ഷേ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ മൂർത്തി. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മരുമകന്റെ ശവം കാണാൻ അവരെ കൈവിലങ്ങിട്ട് കൊണ്ടുവരാൻ പറയണം രാജീവിനോട്. അതൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് മാഡം. നന്നായിട്ടൊന്ന് ഒരുങ്ങണം എനിക്ക്. കൈവിലങ്ങിട്ട് ആ തള്ളെ അവന്റെ ചത്തുമലച്ച ശവത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോ അവരുടെ കൺമുന്നി വെച്ച് പുഞ്ചിരിയോടെ തന്നെ വേണം എനിക്ക് ആ റീത്ത് വെക്കാൻ. എങ്കിലേ എന്റെ മനസ്സൊന്ന് തണുക്കൂ. പോയി, എല്ലാം പോയി വക്കീല്. സച്ചി നമ്മളെ വിട്ടുപോയി. ഇറങ്ങ. സച്ചി, ഞങ്ങളൊക്കെ വിട്ടുപോയല്ലോടാ. അമ്മയോട് ക്ഷമിക്കടാ പോലെ സച്ചി. ഇവിടെ സച്ചി പോയല്ലോടാ. നമ്മുടെ കുഞ്ഞിന് ഇനി ആരുണ്ടല്ലോ. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? മാറി നിൽക്ക്. സച്ചി, അയ്യോ അയ്യോ, എന്റെ വക്കച്ചായ, വക്കച്ചായ. അയ്യോ, നിങ്ങളോട് ആര് പറഞ്ഞു മരിച്ചത് സച്ചിയാണെന്ന്? അത് ആ സ്ത്രീയുടെ ഭർത്താവാ. എന്റെ വക്കച്ചായ. അയ്യോ അയ്യോ. സച്ചി, സച്ചി. അമ്മയുടെ അവരിതാ ഇവിടെ തന്നെ ഉണ്ടല്ലോ.
തിരിച്ചുപോയോ? പേടിക്കണ്ട കേട്ടോ. സംഭവിച്ചത് എന്താണെന്ന് സച്ചിക്ക് വല്ല നിശ്ചയമുണ്ടോ? ഇത് നിങ്ങളുടെ 2ാം ജന്മമാണ്. അല്ല, ശരിക്കും എന്താ സംഭവിച്ചത്? അമ്മ പഴങ്ങഞ്ഞി വിളമ്പി തന്നത് ഓർമ്മയുണ്ട്. പിന്നെ വഴിയില് നമ്മുടെ പഴങ്ങഞ്ഞിക്കടയില് ആരോ വിഷം കലർത്തി. അമ്മ, അമ്മ എവിടെ? എന്നാ പിന്നെ എല്ലാം കൂടി അടച്ചു പൂട്ടി നമുക്കങ്ങ് പോയാലോ? ആശുപത്രിയിലേക്കല്ല, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്.